കണ്ണൂരിലെ CPIM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തിയ ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിന് ഭീഷണി. ഫേസ്ബുക്ക് പോസ്റ്റിൽ മനുവിനെ വെല്ലുവിളിച്ച് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരിയും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അർജുൻ ആയങ്കയും രംഗത്തെത്തി. പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്ന് റെഡ് ആർമി ഗ്രൂപ്പിലും പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. PJ ആർമി എന്ന പേജ് വ്യക്തിപൂജ വിവാദത്തിന് ശേഷമാണ് റെഡ് ആർമി ആയത്. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ്. P ജയരാജനും അദ്ദേഹത്തിന്റെ മകനും കഴിഞ്ഞ ദിവസമേ പ്രതികരിച്ചു. ഇന്നിപ്പോൾ റെഡ് ആർമിയുടെ പ്രതികരണം വരുന്നു, അർജുൻ ആയങ്കിയുടെ പ്രതികരണം വരുന്നു, ആകാശ് തിലങ്കേരിയുടെ പ്രതികരണം വരുന്നു. എല്ലാവരും കൂടി മനുവിനെതിരെ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയാണോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കൂട്ടമായ ആക്രമണം ആണ് മനുവിനെതിരെ നടക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം P ജയരാജൻ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ആകാശ് തിലങ്കേരിയോ അർജുൻ ആയങ്കിയോ ഒന്നും തന്നെ തലപൊക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ P ജയരാജൻ മനു തോമസിനെതിരെ പരസ്യമായി ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തിയതിന് പിന്നാലെയാണ് ആകാശ് തിലങ്കേരി, അതുപോലെ തന്നെ അർജുൻ ആയങ്കി, റെഡ് ആർമി തുടങ്ങിയിട്ടുള്ള പേജുകളിലെല്ലാം തന്നെ മനു തോമസിനെതിരെ പരസ്യമായിട്ടുള്ള വിമർശനങ്ങളും മുന്നറിയിപ്പുകളും നൽകിക്കൊണ്ടുള്ള ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് P ജയരാജൻ വ്യക്തിപൂജ വിവാദത്തിന് ശേഷമാണ് റെഡ് ആർമി പേജ് എന്നാക്കി മാറ്റിയത്. PJ ആർമി എന്നായിരുന്നു റെഡ് ആർമിയുടെ അതിനു മുമ്പുള്ള പേജ്. അപ്പോൾ കൃത്യമായ തോതിൽ ഇതൊരു കൂട്ടമായ ആക്രമണമാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് P ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ആകാശ് തിലങ്കേരി, അർജുൻ ആയങ്കി തുടങ്ങിയിട്ടുള്ള ഇവർ ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ, അതായത് ഈ വിവാദങ്ങളുടെ എല്ലാം ഒരു ഘട്ടത്തിൽ P ജയരാജന് ഇവരുമായെല്ലാം ബന്ധമുണ്ടായിരുന്നു. പല ആക്രമണങ്ങളിലും പല കൊലപാതകങ്ങളിലും ഇത്തരത്തിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ആകാശ് തിലങ്കേരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തത് എന്ന് പല ഘട്ടങ്ങളിലായി പുറത്തേക്ക് വന്ന കാര്യവുമാണ്. എന്നാൽ സ്വർണ്ണക്കടത്ത് മേഖലയിലേക്ക് ഈ പറയുന്ന ആകാശ് തിലങ്കേരിയും അർജുൻ ആയങ്കിയും തുടങ്ങിയിട്ടുള്ള ഈ സംഘങ്ങൾ കടന്നതോടുകൂടി പാർട്ടി പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നതാണ്. P ജയരാജൻ ഉൾപ്പെടെ ഈ സംഘങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും ഈ സംഘങ്ങൾ P ജയരാജൻ്റെ ഒരു വാഴ്ത്തുപാട്ടുകാരായി അല്ലെങ്കിൽ ഫാൻസുകാരായി ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് P ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതുവരെ, അല്ലെങ്കിൽ P ജയരാജൻ ഇതിനകത്തൊരു നിലപാടെടുക്കുന്നതുവരെ ഈ സംഘങ്ങൾ കാത്തിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അതിനുശേഷം P ജയരാജൻ പരസ്യമായി മനു തോമസിനെതിരെ രംഗത്ത് വന്നതോടുകൂടി തന്നെ ഈ സംഘങ്ങൾ പരസ്യമായ പ്രതികരണങ്ങളുമായി എത്തുകയാണ്. മനു തോമസിനെതിരെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു, ചില കമൻറ്റുകൾ നൽകുന്നു. അത്തരത്തിൽ വ്യാപകമായ തോതിൽ മനു തോമസിനെതിരെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുകയാണ്. പ്രധാനമായും ഈ പേരുകൾ മാത്രമല്ല, ഇവരുടെ അനുയായികളായിട്ടുള്ള ജിജോ തിലങ്കേരി, ജയപ്രകാശ് തിലങ്കേരി തുടങ്ങിയിട്ടുള്ള ആകാശിൻ്റെ കടുത്ത അനുയായികൾ, അതിന് തുടങ്ങിയ അർജുൻ ആയങ്കിയുടെ കൂട്ടാളികളായിട്ടുള്ള മറ്റ് ചില ഫേസ്ബുക്ക് പേജുകൾ, പ്രൊഫൈലുകൾ തുടങ്ങിയിട്ടുള്ളവരെല്ലാം തന്നെ മനു തോമസിനെതിരെ രംഗത്തുണ്ട്. തിരിച്ച് മനു തോമസിനെ അനുകൂലിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പാർട്ടി അംഗങ്ങളും പാർട്ടി അനുഭാവികളും ഫേസ്ബുക്കിനകത്തും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ മറ്റ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള സാധ്യതകളിലുമെല്ലാം തന്നെ പരസ്യമായ പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ തോതിൽ ഒരു ചേരിപ്പോരിലേക്ക് P ജയരാജൻ മനു തോമസ് പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു പോർമുഖം തുറക്കുകയാണ്. P ജയരാജനെതിരായിട്ടുള്ള ഒരു പോർമുഖം മനു തോമസിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ തുറന്നിരിക്കുന്നു എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയപരമായി തന്നെ അതിന് വലിയ തോതിൽ രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കണ്ണൂരിലെ പോലെ കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പാർട്ടി ഘടകത്തിൽ പ്രവർത്തിച്ച, അതിൻ്റെ നേതാവായി നിന്ന് രണ്ടുപേർ തമ്മിൽ പ്രവർത്തിച്ച ഒരു നേതാവും അതുപോലെ തന്നെ നേതാവായി നിന്ന മറ്റൊരു നേതാവും തമ്മിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ളൊരു ചേരിപ്പൊര് പാർട്ടിക്കകത്ത് വലിയ തോതിൽ അല്ലെങ്കിൽ പിരിവുകൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവുകളായി തന്നെ നമ്മൾ അതിനെ കാണേണ്ടി വരും. സുജിയ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. മനു തോമസിന്റെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ടായിരുന്നു. മനു തോമസിന്റെ പ്രതികരണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് എത്താം. ഇപ്പോഴെന്തായാലും ഫോണിൽ മനു തോമസിനെ കിട്ടിയിട്ടില്ല.